ഇനി ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക്. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ മുന്നറിയിപ്പുമായി ട്രംപ്. ഇറാൻ നിരുപാധികമായി കീഴടങ്ങണം, അമേരിക്കയുടെ ക്ഷമ നശിക്കുകയാണെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ പരമോന്നത നേതാവ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അറിയാം, ഖമനേനി നിരുപാധികം കീഴടങ്ങണമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടർന്ന് ഇറാനും ഇസ്രായേലും. ഇസ്രായേലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ മാധ്യമങ്ങൾ. ഇസ്രായേൽ ചാര സംഘടന മൊസാദിന്റെ കേന്ദ്രം ആക്രമിച്ചെന്ന് ഇറാൻ. ഇറാനിലെ ആണവ നിലയത്തിൽ നാശനഷ്ടമുണ്ടായതായി സ്ഥിരീകരിച്ച അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. നാദൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് കേടുപാടുകൾ. ഇസ്രായേലിന് G7 രാജ്യങ്ങളുടെ പിന്തുണ. ഇറാൻ മധ്യപൂർവേഷ്യയിൽ ഭീകരതയുടെ ഉറവിടമെന്നും G7. നിലമ്പൂരിൽ പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശം കളറാക്കി മുന്നണികൾ. റോഡ് ഷോയുമായി നിലമ്പൂരിനെ ഇളക്കി മറിച്ച് സ്ഥാനാർത്ഥികൾ. കൊട്ടിക്കലാശത്തിൽ നിന്ന് വിട്ടുനിന്ന് PV അൻവർ. നിലമ്പൂരിൽ ഇനി നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് മറ്റന്നാൾ. വോട്ടെണ്ണൽ 23-ന്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കോഴിക്കോട് അന്നശ്ശേരിയിൽ വെള്ളക്കെട്ടിൽ വീണ 3 വയസ്സുകാരി മരിച്ചു. കാസർഗോഡ് കൂടലുവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ഏലൂരിൽ മരത്തിന്റെ ചില്ലൊടിഞ്ഞു വീണ വിദ്യാർത്ഥിയടക്കം 2 പേർക്ക് പരിക്ക്. കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നിർമ്മാണ സ്ഥലത്ത് നിന്നും വീടുകളിലേക്ക് ചെളിവെള്ളം കുത്തിയൊലിച്ചിറങ്ങി. എറണാകുളം ചെല്ലാനത്തും കണ്ണമാലിയിലും കടലേറ്റം രൂക്ഷം. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഹോസ്റ്റലിലെ ബാൽക്കണികളിൽ നിന്നും താഴേക്ക് ചാടുന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്ത്. അതായത് കരഞ്ഞുകൊണ്ട് തീപിടുത്തത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്നത് ദൃശ്യങ്ങൾ. കണ്ണൂർ അഴീക്കോട് തീരത്തെ വാൻഹായ് കപ്പൽ അപകടത്തിൽ കേസെടുത്തത് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ്. കപ്പലുടമ, ഷിപ്പ് മാസ്റ്റർ, ജീവനക്കാർ എന്നിവർ പ്രതികൾ. നടപടി വടകര സ്വദേശി സുനീഷിന്റെ പരാതിയിൽ. മാസപ്പടി കേസിൽ CBI അന്വേഷണ ഹർജിയിൽ വിശദവാദത്തിന് ഹൈക്കോടതി. മറുപടി നൽകാൻ ഹർജിക്കാരന് 2 ആഴ്ച സമയം അനുവദിച്ചു. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വാദം കേൾക്കാമെന്ന് കോടതി. എതിർകക്ഷികളിൽ ബാക്കിയുള്ളവർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ നിർദ്ദേശം. ആശാസമരം പൊളിക്കാൻ വീണ്ടും സർക്കാർ നീക്കം. ആശാപ്രവർത്തകർക്ക് നാളെ നിർബന്ധിത പരിശീലനം. മുഴുവൻ ആശാപ്രവർത്തകരും നാളെ പരിശീലനത്തിൽ പങ്കെടുക്കണമെന്ന് NHM ഉത്തരവ്. പരിശീലനം നാളെ മഹാറാലി നടക്കാനിരിക്കെ. കോഴിക്കോട് കോതി ബീച്ചിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ച് കോർപ്പറേഷൻ. മുന്നറിയിപ്പില്ലാതെ കടകൾ ഒഴിപ്പിച്ചെന്ന് കച്ചവടക്കാർ. ലൈസൻസും മറ്റ് രേഖകളും ഉണ്ടായിട്ടും കച്ചവടക്കാരെ നീക്കി. അനധികൃത കച്ചവടക്കാരെയാണ് ഒഴിപ്പിക്കുന്നതെന്ന് കോർപ്പറേഷൻ 1 വർഷം മുന്നേ അറിയിച്ചതാണെന്നും കോർപ്പറേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ മുന്നറിയിപ്പുമായി ട്രംപ്. ഇറാൻ നിരുപാധികമായി കീഴടങ്ങണമെന്നും